നമ്മൾ 18 പേര് കൂടെ ഒരു ഡീപ് സീ ഫിഷിങ്ങിന് പോവാണേ. അങ്ങനെ ലിസ്റ്റിലുള്ള 18 പേരും എത്തി. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് റെഡിയാണ്. ഞങ്ങൾ ഈ 18 പേരും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ ബോട്ടിൽ ഞാൻ ഇങ്ങനെ മാത്രമാണ് മലയാളി ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല ചില്ലിങ് വൈബിലാട്ടോ. നമുക്കിവിടെ 3 ബീർ വെച്ച് ക്യാരി ചെയ്യായിരുന്നു പെർ പേഴ്സൺ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലോട്ട് വീണ്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്രാവിനെ കിട്ടി എന്ത് ചെയ്യുന്നുള്ള ഡിസ്കഷനിലാട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർ. നമുക്ക് റോഡൊക്കെ തന്ന് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കാസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മളത് തുടങ്ങിയിട്ടോ, അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ് വേണ്ടത്. ബട്ട് ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ലൊക്കേഷൻ മാറ്റാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റി വഴിക്ക് നമുക്ക് അടിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടണില്ല കേട്ടോ. വീണ്ടും ഞങ്ങൾ സ്പോട്ട് മാറ്റിയാണ്. സ്പോട്ട് മാറ്റേണ്ട ഇവിടെ തന്നെ ഇട്ടോളാൻ പറഞ്ഞു. മീനൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചറ മീൻ അടിക്കായിരുന്നു ഗൈസ്. 18 റോഡിലും എല്ലാവർക്കും 2 പേര് ഈ ഹുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും 18 റോഡിൽ ഒരുമിച്ച് മീനടിക്കുന്ന അവസ്ഥ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. മീൻ പിടിക്കുമ്പോൾ തെറിച്ച ബ്ലഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പിടിച്ച ഫിഷിനെല്ലാം ഈ നീല ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അത്യാവശ്യമായിട്ടുണ്ട്. 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാറ്റൊക്കെ വന്നപ്പോൾ തന്നെ വെള്ളം ബോട്ടിലോട്ട് തെറിക്കാൻ തുടങ്ങിയിട്ട് ഒരാൾ അവിടെ നിന്ന് മാറുന്നില്ല, ഞാൻ അവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാകര വന്ന പോലെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും അടിക്കുന്നത് 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട്. ചില സമയങ്ങളിൽ ഈ സൈഡിൽ നിന്ന് കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഹുക്ക് പോയിട്ട് അപ്പുറത്തെ സൈഡിലെ ആൾക്കാരുടെ റോഡിൽ പോയി ഉടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 പേര് പിന്നെ ഹെൽപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ നാട്ടുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്തായാലും കാണണം. കാരണം എല്ലാ റോഡിലും ഫിഷാണ് കേട്ടോ. എല്ലാവർക്കും അടിക്കാൻ തുടങ്ങി. ബോട്ടിൽ മൊത്തം ഫിഷ്. അപ്പാപ്പന്മാർക്ക് ആകെ കൺഫ്യൂഷനായി. മൊത്തം ഫിഷ്, എല്ലാ റോഡിലും ഫിഷ്. ആരുടെ ആദ്യം ഒരെണ്ണം ആരുടെ ഇതാക്കണം എന്നുള്ളത് അറിയാണ്ട് അങ്ങനെ ആൾ കാണുന്നതൊക്കെ ഒരു വലിച്ച് ആ ബോക്സിലേക്ക് ഇടുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടോ. കാരണം ഒരുപാട് മീൻ അടിക്കാൻ തുടങ്ങി. ഇത് നോക്ക്, ഈ ബോക്സിലാണ് നമ്മുടെ മീൻ മൊത്തം കിടക്കുന്നത്. കണ്ടോ, ഫ്രഷ് പെട്ടയിൽ കണ്ടോ. ഈ സമയത്താണ് നമുക്കൊരു സ്പെഷ്യൽ സാധനത്തിന് കിട്ടിയിട്ടോ. ഇത് നോക്കിയേ, ഇതാണ് അറ്റ്ലാന്റിക് കോഡ് കേട്ടോ. ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾ പറയുന്നത്. അത് കാരണം നമ്മൾ അതിനെ തിരിച്ച് കടലിലോട്ട് തന്നെ വിട്ടു. നമുക്ക് കിട്ടിയ ഫിഷിൽ കുറച്ചൊക്കെ എടുത്തിട്ട് ആളത് ഫില്ലറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാനിരുന്നിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫിഷ് നമ്മൾ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെ ഓൾഡ് ഫിഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2.5 മണിക്കൂർ നീണ്ടു നിന്ന നമ്മുടെ ഡീപ് സീ ഫിഷിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാർബറിലോട്ട്. ഗഡി എന്തായാലും തന്നെ ഇനി അവിടെ നിന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഹാർബറിലോട്ട് എത്താറ് ഗൈസ്. അവിടെ എത്തിയപ്പോഴേക്കും ഫില്ലറ്റ് വേണ്ടവർക്ക് ഫില്ലറ്റും ഓൾ ഫിഷ് വേണ്ടവർക്ക് ഓൾ ഫിഷും ഓരോ ബാഗിലായിട്ട് കെട്ടിയിട്ട് ഈ അപ്പാപ്പന്മാർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ഓരോ ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നു.